നമുക്ക് നാനടിയിലുള്ള ഗ്രാമീൺ ബാങ്ക് വരെ ഒന്ന് പോയാലോ? എനിക്കൊരു ATM കാർഡിൻ്റെ ആവശ്യത്തിനായിട്ടാണ് പോകുന്നത്. നേരത്തെ ATM കാർഡ് ഉണ്ടായിരുന്നു, പക്ഷെ അതെങ്ങനെ എനിക്ക് മിസ്സായിപ്പോയി. ഇപ്പോൾ രണ്ടാമത് പേയ്മെൻറ്റ് അടച്ചിട്ട് പിന്നെ ATM കാർഡ് എടുക്കാൻ പോവാണ്. ബാങ്കിൽ കുറച്ച് ഫോം ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എന്തായാലും ATM കാർഡ് കൈ കിട്ടി. പിന്നെ നേരെ ഗ്രീൻ ഫോറസ്റ്റിലേക്ക് പോയി. അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 50 രൂപ വെച്ച് ഞങ്ങൾ 4 പേര് പോയപ്പോൾ 200 രൂപയാണ് ആയത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. ഇവിടുത്തെ പറ്റി പറയാനാണെങ്കിൽ നല്ല സമാധാനമുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് റൈഡുകളുണ്ട്. പൊന്നൂസ് ഇതാ കയറി പോകുന്നുണ്ടല്ലേ, ശരിക്കും ഹാപ്പി ആയിരുന്നുള്ളൂ. പിന്നെ വേറൊരു സംഭവം കൂടെ അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. ഒട്ടുമിക്ക എല്ലാ റൈഡുകളും അവൾ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ 1-2 എണ്ണങ്ങളായിരുന്നു അവൾക്ക് പേടിയായിട്ടുള്ളത്. ശരിക്കും ഹാപ്പി ആയിരുന്നു അവളിവിടെ. ഇതിൽ കയറിയിട്ട് താഴേക്ക് വരെ അവൾക്ക് ശരിക്കും പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവസാനം ചെന്നിട്ട് പിടിച്ചിറക്കിയത് അവളെ അതിനകത്തുനിന്ന്. പിന്നെ ഞങ്ങൾ നേരെ പൊന്നൂസിനെ ട്രെയിനിലേക്ക് കയറ്റാൻ കൊണ്ടുപോയി. പൊന്നൂസിൻ്റെ കൂടെ ഞാനും അനുവും ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ തുടങ്ങി. അനുവിൻ്റെ അവൾക്ക് പറ്റാത്ത പണികളൊക്കെ ചെയ്യാൻ നോക്കി. പിന്നെ നമ്മൾ പൊന്നൂസിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ളൊരു ഷോപ്പിൽ നിന്ന് ഷേക്കൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചു. ഇവരിവിടെ ഒരു അക്വേറിയം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞത്. ഇത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ അക്ഷയയിലേക്ക് പോയി. പൊന്നൂസിൻ്റെ ആധാറൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ യമനീസിലേക്ക് പോയി ഒരു ഹാഫ് മന്തി ഓർഡർ ചെയ്തു. മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണമായി. ബസ്സിന് വരാമെന്നുള്ള പ്ലാൻ മാറ്റിയിട്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകും.